പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ എന്ന പ്രദേശം ഈ വീട്ടമ്മ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പരിചയമുള്ള ഒരു മനുഷ്യരും അവിടെയില്ല. എന്നിട്ടും ഈ വീട്ടമ്മയുടെ മനസ്സ് മുഴുവൻ മുണ്ടക്കൈയിലാണ്. ഒരാപത്ത് വരുമ്പോൾ മലയാളികൾ ഒന്നിച്ചു നിൽക്കും എന്നതിന്റെ ഉദാഹരണമാണ്. പ്രകാശേ, ഞാനൊരു 10,000 രൂപ തരാം. പിന്നെ കൊന്നപ്പിള്ളച്ചേട്ടൻ്റെ അവിടുന്ന് ഒരു ചാക്കരിയും എടുത്തോളാം, ഞാൻ പൈസ കൊടുത്തോളാം. പ്രകൃതികളിൽ നിന്നും കരകയറാൻ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരുടെ പിന്തുണ റാന്നിക്കാരെ ഒരുപാട് സഹായിച്ചിരുന്നു. പ്രകൃതി ദുരന്തം അനുഭവിച്ചവർക്ക് അതിന്റെ വേദന മറ്റാരേക്കാളും നന്നായി അറിയാം. വേദനയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പ്രസിഡന്റ് ഒരു മെസ്സേജ് ഇട്ടപ്പോൾ അന്നേരം എനിക്ക് തോന്നി ഇങ്ങനെ ചെറിയൊരു കാര്യം ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാനങ്ങ് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞപ്പോൾ എന്താ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ഫേമസാകാൻ ചെയ്തതല്ല. എൻ്റെ മനസ്സിനൊരു വിഷമം തോന്നി. എൻ്റെ ഒരു കൂടപ്പുറപ്പ് ചെയ്യുന്ന പോലെ എൻ്റെ ഒരു അമ്മയച്ഛനും പോലെ ഞാൻ ചെയ്തതാണ്. സഹായമൊന്നുമല്ല അവളെ. ഇപ്പം ഇതിൽ കൂടിയ സഹായം എത്രയോ പേര് ചെയ്തേക്കുന്നു. നമ്മൾ ചെറിയ സഹായം അന്നേരം തോന്നി. ചെറിയ സഹായമൊക്കെ പലർക്കും ഇതുപോലെ ചെയ്യുന്നുണ്ട്. അത് തന്നെ ഇത് ഞാൻ പ്രസിഡന്റിനെ വിളിച്ചു ചോദിച്ചത് ആരായും ഇതിട്ടെന്ന് പറഞ്ഞപ്പം ചേച്ചി ഞാനല്ല ഇട്ടേക്കുന്നത്, ചാനലുകാർ തന്നെ ഇട്ടതാ എന്ന് പറഞ്ഞു. എനിക്ക് അത്ര ഇത് വന്നില്ല. കാരണം എല്ലാവരും പറയും ഇത് പേര് കേൾക്കാൻ ചെയ്തതാണ്. ഞാൻ പറഞ്ഞു ഒരിക്കലില്ല. ചോദിച്ചയുടെ സ്വരം തന്നെ പതറിയായിരുന്നു. കുറ്റം പറഞ്ഞാൽ എനിക്കന്ന് വലിയ സങ്കടം വന്നു ആ വാർത്ത കണ്ടപ്പോഴേ. പോയി സഹായിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്യണമെന്ന് ഇനിയും എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഞാൻ പ്രസിഡന്റിന്റെ കൈകാലം അത് ചെയ്യും. 2018 മഹാപ്രളയം ഉണ്ടായപ്പോൾ പമ്പാ നദിയിൽ നിന്നും വെള്ളം കയറി റാന്നി മുഴുവൻ മുങ്ങിപ്പോയിരുന്നു. അന്ന് റാന്നിക്കാർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നുമായൊക്കെ എത്തിയത് മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരായിരുന്നു. വീടുകളിലെ ചെളി കോരി വൃത്തിയാക്കിയത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയവരും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ. ആ ഓർമ്മ ഓരോ റാന്നിക്കാരനിലുമുണ്ട്. മുണ്ടക്കൈയിൽ ഒരാപത്ത് സംഭവിക്കുമ്പോൾ ഭക്ഷ്യധാന്യങ്ങളും വസ്ത്രങ്ങളും മരുന്നുമെല്ലാം തങ്ങൾ റാന്നിക്കാർ എത്തിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശ് കുഴിക്കാല പറഞ്ഞു.